ബംഗ്ലാദേശി കുടിയേറ്റം കേരളത്തിലേക്ക് അനിതര സാധാരണമായ തരത്തിലാണ് ബംഗ്ലാദേശികളുടെ കുടിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അഭയാർത്ഥി ഒഴുക്ക് ആണ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലേ. പക്ഷേ ഇത് ഏറ്റവും അപകടകരമായ രീതിയിൽ കേരളത്തെ മാത്രം എങ്ങനെ ബാധിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതുണ്ട്. കാരണം കേരളത്തിലെ എന്താ പറയുക, ഏറ്റവും കൂടിയ കൂലി നിരക്ക്, അതേപോലെ തൊഴിൽ സാധ്യതകൾ, ഇത്തരത്തിൽ എന്താ പറയുക, കുറച്ച് കഠിനമായ ജോലികൾ ചെയ്താലും കാശുണ്ടാക്കാമെന്ന ആ ഒരു രീതി, പിന്നെ പൊതുവെ മലയാളിയുടെ എന്താ പറയുക, തൊഴിൽ ചെയ്യാനുള്ള ആ ഒരു സന്നദ്ധതയിൽ വന്ന കുറവ്, വൈറ്റ് കോളർ ജോബുകൾ മാത്രം ഇതേപോലെ ചെയ്യാം എന്ന് താല്പര്യപ്പെടുന്ന മലയാളികൾക്ക് ഈ ബംഗാളികളെ കുറ്റം പറയാൻ എന്തുകൊണ്ട്? പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. ഇവിടെ വരുന്നത് ബംഗാളികളല്ല എന്നുള്ളതാണ്. പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ ഭാഗമാണ്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള ആളുകൾക്ക് കേരളത്തിൽ വന്ന് തൊഴിലെടുക്കുന്നതിന് നമുക്ക് തടസ്സം പറയാനാവില്ല. കാരണം കേരളത്തിലുള്ള പലരും പശ്ചിമ ബംഗാളിലും ഇപ്പോൾ ഡൽഹിയിലും അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇതേപോലെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലേ. പക്ഷേ പശ്ചിമ ബംഗാളിലെ ബംഗാളികളുടെ പേരും പറഞ്ഞ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കയറി നിരങ്ങുന്ന 2 ലക്ഷത്തോളം ആളുകൾ ബംഗ്ലാദേശികളാണ്, വിദേശ പൗരന്മാരാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. നിങ്ങൾ ഓരോ ഗ്രാമങ്ങളും ഓരോ പട്ടണങ്ങളും എടുത്തു നോക്കുക. ഇവിടെയൊക്കെ ഇവരുടെ വളരെ വലിയ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും. എൻ്റെ നാട്ടിൽ പോലും ഇത്തരത്തിൽ വളരെ വലിയ സംഘങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും നിങ്ങളൊന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? കൃത്യമായി പോലീസിനെ വിവരം അറിയിക്കുക. പോലീസ് വളരെ കാര്യക്ഷമമായി ഇവിടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. പല ഭാഗങ്ങളിലും പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ ഏരിയകളിലൊക്കെ ഇതേപോലെ പോലീസിൻ്റെ ഒരു അലംഭാവം നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റും. കാരണം ഇവർ വളരെയേറെ അക്രമാസക്തരാകുന്ന ഒരു പ്രശ്നം ഇവർക്ക് പലപ്പോഴും ഇവരുടെ നിത്യജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. പിന്നെ ഇവരുടെ കൂടെ താമസിക്കുന്ന സ്ത്രീകൾ ആരാണ്, എന്താണ്, ഇതേത് തരത്തിൽ എങ്ങനെ ഇവരുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണോ, അതോ ഈ പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പൗരന്മാർ തന്നെയാണോ? ഈ പലരും ഇതേപോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആളുകൾ ഇടകലർന്നിട്ടൊക്കെ ഇതേപോലെ താമസിക്കുന്നത് കൊണ്ട് ഇവരുടെ ആക്ടിവിറ്റികളൊന്നും നമുക്കൊരു പിടിയും കിട്ടില്ല. പിന്നെ വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു രക്ഷയില്ലാത്ത തരത്തിൽ എന്താ പറയുക, വളരെയേറെ മോശം ശോചനീയമായ അവസ്ഥകളാണ് മിക്കവാറും ഇവർ താമസിക്കുന്ന ഏരിയകളിലൊക്കെ ഉണ്ടാവുക. പിന്നെ നമുക്ക് തന്നെ എൻ്റെ ഒരു ബന്ധു വീട്ടിൽ തന്നെ ഇപ്പോൾ ഇതേപോലെ ഇവർ മദ്യപിച്ചതിന് ശേഷം കുപ്പികൾ പുറത്തോട്ട് വലിച്ചെറിയുക. ഇവർ താമസിക്കുന്ന 3-ാം നിലയിലും 4-ാം നിലയിലൊക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് തൊട്ട് പുറകിലുള്ള മറ്റൊരു പുരയിടത്തിലേക്ക് ഇതേപോലെ മദ്യക്കുപ്പികളും മറ്റും കാലിക്കുപ്പികളൊക്കെ വലിച്ചെറിയുക, ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുക തുടങ്ങിയ ആക്ടിവിറ്റികളൊക്കെ ഇവരുടെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ സ്വൈര ജീവിതത്തിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ബംഗ്ലാദേശ് പൗരന്മാർ, ഇനിയിപ്പോൾ അത് പശ്ചിമ ബംഗാളിലെ ആളുകളാണെങ്കിൽ പോലും ഇവരെയൊക്കെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കൃത്യമായി ലേബർ കാർഡുകളോ സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇവർക്കില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്ന കാര്യം, ഇന്ത്യയിലെ ഈ ഒരു ആധാർ കാർഡ് സംവിധാനം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരുപാട് ഏജൻസികൾ ഇത്തരത്തിൽ ബംഗ്ലാദേശ് പൗരന്മാർക്ക് ആധാർ കാർഡ് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഗൂഢസംഘങ്ങൾ തന്നെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. പോലീസ് ഇതിലൊക്കെ വളരെ കൃത്യമായി ഇടപെട്ടാൽ മാത്രമേ നമുക്ക് ഒരു രാജ്യമെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുറേ കൂടി സംസ്ഥാനം, നമ്മുടെ സമാധാനപൂർണ്ണമായ ജീവിതം അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇത്തരത്തിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സേനയ്ക്ക് വളരെ വലിയ പങ്കുണ്ട് ഈ കാര്യങ്ങളിലൊക്കെ എന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായും മുഖം നോക്കാത്ത നടപടികൾ, അത് മതത്തിൻ്റെ പേരിലൊന്നും നമ്മൾ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത്തരം ഉപജാപ പ്രവർത്തനങ്ങളെ മുളയിലേ നുള്ളുക, കൃത്യമായി എന്താ പറയുക, ചെത്തിയെടുത്ത് കളയേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അതിൽ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാ പൗരന്മാരും, എല്ലാ നാട്ടുകാരും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ 27ഓളം ആളുകളെ പറവൂർ എന്ന ഭാഗത്ത് നിന്ന് പിടിച്ചിട്ടുണ്ട്. ഇന്നത്തെ റിപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ ബംഗ്ലാദേശ് പൗരന്മാരാണെന്ന് സംശയമുണ്ട്. കാരണം ഇവരുടെ കയ്യിലൊക്കെ ഉള്ളത് ഇന്ത്യൻ ആധാർ കാർഡൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കൃത്രിമമാണോ എന്നുള്ളത് അറിയാനും പരിശോധിക്കാനും ഒക്കെ നിയമപരമായിട്ട് പോലും വളരെയേറെ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഇത് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ഇതേപോലുള്ള എന്താ പറയുക പ്രവർത്തനങ്ങൾ വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ കാര്യക്ഷമമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാവണം. ഇനിയും എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇതേപോലെ ബംഗ്ലാദേശ് പൗരന്മാർ ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ പ്രത്യേകിച്ചുണ്ട് എന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ കാര്യങ്ങൾ നമുക്ക് അല്പം കൂടെ കാത്തിരുന്ന് കാണേണ്ടി വരും. നോക്കാം.